അതെ, വെറും സദ്യകൾക്കിടയിൽ മാത്രമല്ല ഈ ബീട്രൂട്ട് പച്ചടിക്ക് ഇത്ര ഫാൻസ് ഉള്ളത്. നമ്മുടെ നാടൻ ഊണിൻ്റെ കൂടെയും ഇത് നല്ലൊരു അടിപൊളി കോമ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള ബീട്രൂട്ട്, പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ലുക്കിനെയും പിന്നെ ടേസ്റ്റിനെയും ചെറുതായി ബാധിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തിരി കളർ കമ്മിയായിപ്പോയി, നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു ചട്ടിയിലോട്ട് ഉപ്പും ചേർത്ത് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇത് വേവിക്കാൻ പ്രത്യേക വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിൽ നിന്നുള്ള വെള്ളം മാത്രം മതി ഇത് വേകാൻ വേണ്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ 2 എടുത്ത് ഇങ്ങനെ നടു പൊട്ടിച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് വെന്ത് കിടക്കുന്ന ബീട്രൂട്ട് മിക്സിലോട്ട് ഇതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ തേങ്ങ അധികം വേഗം പാടില്ല, അതും നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ഒരു ഇളം പുളിയുള്ള 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മിക്സിലോട്ട് യോജിപ്പിക്കുക. പിന്നെ ഇപ്പോൾ തീ ഓഫാണ് കേട്ടോ. ഈ ഒരു ചട്ടിയുടെ ചൂട് മാത്രം മതി ഈ മിക്സിന്. അപ്പോൾ പച്ചടിയുടെ മെയിൻ പോർഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോർഷൻ വറവിടുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ശുദ്ധമായി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ശേഷം അത് ചൂടായി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ ചുവന്ന മുളകുണ്ടെങ്കിൽ അതും ഇടാം. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. അത് നേരെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ട് മിക്സിലോട്ട് ഒഴിക്കുക, അത് മിക്സ് ചെയ്യുക. കഴിഞ്ഞ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാ.